ഇടപ്പള്ളിച്ചിറ കണ്ണീറ്റുമല മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് പിറവം നഗരസഭ കൗൺസിൽ യോഗം പ്രതിപക്ഷാംഗങ്ങൾ ബഹിഷ്കരിച്ചു. എല്ലാ ഘട്ടങ്ങളിലും തീരുമാനം കൗൺസിലിലൂടെയെന്ന് ഭരണസമിതി വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ വികസന വിരുദ്ധ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഭരണസമിതി. ഇടപ്പള്ളിച്ചിറ കണ്ണീറ്റുമലയിലെ ആധുനിക അജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് പിറവം നഗരസഭാ കൗൺസിൽ യോഗം പ്രതിപക്ഷാംഗങ്ങൾ ബഹിഷ്കരിച്ചു. UDF കൗൺസിലർമാർ ചർച്ചയിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന സമീപനം അവസാനിപ്പിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു, വൈസ് ചെയർമാൻ KP സലീം, സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, കൗൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ, P ഗിരീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വർക്കെടുത്ത് നമ്മളിത് അതിന്റെ KSW കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഉദ്യോഗസ്ഥർ യഥാസമയങ്ങളിൽ ഇവിടെ വരികയും അവർ അതെല്ലാം മോണിറ്റർ ചെയ്ത് അവരുടെ കൃത്യമായ മോണിറ്ററിങ്ങിലൂടെയാണ് ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നത്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൗൺസിലിൽ വരികയും ആ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന സമയത്ത് അത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. പിന്നെ ഉദ്ഘാടനത്തിൻ്റെ നോട്ടീസ് ഇറങ്ങിയതിന് ശേഷം പ്രതിപക്ഷ നേതാവ് എന്നെ വിളിച്ച് പറയുകയുണ്ടായി, നോട്ടീസിൽ അരുൺ കല്ലറയ്ക്കലിൻ്റെ പേരിന് പകരം ഷാൾ എലഞ്ഞിമറ്റത്തിൻ്റെ പേരാണ് നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പൊക്കെ ഇദ്ദേഹത്തെ അരുണിൻ്റെ പേര് നോട്ടീസിലുണ്ടാകുന്ന ഒരു പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. ഇവിടുത്തെ നമ്മൾ വിളിക്കുന്ന ഒരു യോഗത്തിൽ, സർവകക്ഷി യോഗത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ സാമീപ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇദ്ദേഹമാണെങ്കിൽ എല്ലാ പരിപാടികൾക്കും വരികയും സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞൊരു 5-6 നമ്മുടെ പരിപാടികളിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തുകയും അദ്ദേഹം ആ പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാം റെഡിയായി ഉദ്ഘാടനത്തിൻ്റെ സമയമാകുമ്പോൾ ഇവർ ആ പരിപാടിയിൽ നിന്ന് ബഹിഷ്കരിക്കുകയാണ് എന്ന് പറയും. ബഹിഷ്കരിക്കുന്നതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണെന്ന് പിന്നെ പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ഇടുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. ഇനി പറയട്ടെ, ഇവിടെ എവിടെ അഴിമതി? ഈ ഫെയർ വാല്യൂ റേറ്റ് തഹസിൽദാർ മുതൽ വില്ലേജ് ഓഫീസിൽ നിന്ന് തഹസിൽദാർക്ക് കൊടുത്ത് കളക്ടർ നിജപ്പെടുത്തിയ പ്രകാരമുള്ള വിലയാണ്. അവർക്ക് കൂടുതൽ വില വേണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു കൂടിയ വിലയ്ക്ക് വിറ്റിട്ടുണ്ടെന്നുള്ള കള്ളപ്രമാണമൊക്കെ ഉണ്ടാക്കി കൂടിയ വിലയ്ക്ക് ഇത് മേടിച്ചിട്ടില്ല. ഒന്ന് ഇനി ഞങ്ങൾക്കൊരു അധികാരമുണ്ട് വിഷയത്തിൽ. മാർക്കറ്റ് വാല്യൂം ഫെയർ വാല്യൂ ആയിട്ട് വ്യത്യാസമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നമ്മുടെ നാട്ടിൽ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ സെൻറ്റിന് 1 ലക്ഷം അല്ലെങ്കിൽ 10,70,000 രൂപയൊക്കെ ഏത് കുഗ്രാമത്തിൽ പോലും നഗരസഭയുടെ ഭാഗത്തുണ്ട് വില. ഞങ്ങൾക്ക് ഈ നിലയ്ക്കുള്ള വ്യത്യാസത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന പണം എന്ന് പറയുന്നത് മേടിക്കുന്ന വിലയുടെ 30% സലേഷ്യം ആയിട്ട് കൗൺസിൽ തീരുമാനപ്രകാരം കൊടുക്കാനൊരു പ്രൊവിഷനുണ്ട് ഇവിടെ. കണ്ണീറ്റുമല മാലിന്യ സംസ്കരണ കേന്ദ്രം നവീകരിക്കാൻ 7.28 കോടി രൂപയുടെ പദ്ധതി പ്രകാരം പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഈ പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് UDF വിട്ടുനിന്നു. തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ ആരോപണം സപ്ലിമെന്ററി അജണ്ടയായി ചർച്ച ചെയ്യാൻ ഭരണസമിതി തീരുമാനിച്ചിരുന്നു. അജണ്ട വായിച്ചു കഴിഞ്ഞതോടെ കൗൺസിലർ തോമസ് മല്ലിപ്പുറത്തിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു. 2022 മാർച്ച് 3 താലൂക്ക് ഓഫീസിൽ നിന്ന് നിശ്ചയിച്ച വില പ്രകാരമാണ് നഗരസഭയുടെ പേരിൽ വസ്തു ആധാരം ചെയ്തത്. വില നിശ്ചയത്തിന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഉൾപ്പെട്ട സമിതി അന്ന് തന്നെ യോഗം ചേരുകയും തുടർന്ന് പല കൗൺസിൽ യോഗങ്ങളിലും ഇത് അജണ്ടയായി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ജനുവരി 22 ചേർന്ന കൗൺസിലിൽ 10ാമത്തെ അജണ്ടയായി ആദ്യഘട്ട പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഏപ്രിൽ 22 ചേർന്ന കൗൺസിൽ യോഗത്തിൽ ടെൻഡർ അംഗീകരിക്കുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. എല്ലാ ഘട്ടങ്ങളിലും കൗൺസിൽ വഴി പരസ്പര ചർച്ചയോടെ നടപ്പാക്കിയ പദ്ധതിയാണ് കണ്ണീറ്റുമല അജൈവ മാലിന്യ സംസ്കരണ പദ്ധതി. കണ്ണീറ്റുമലയുടെ വികസനം LDF തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നുവെന്നും മാലിന്യ സംസ്കരണത്തിനായി 4.9 കോടി രൂപ ഭരണസമിതിക്ക് ലഭ്യമാക്കിയതാണെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. വികസനം മുടക്കുകയും ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നത് ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഭരണസമിതി ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ
കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,